അതുപോലെ കെ.സി. വേണുഗോപാലിന് ഇനിയും ഫർദർ കോൺഗ്രസിനകത്തൊരു അഴിച്ചുപണി ഉണ്ടാകാൻ പോവുകയാണ്. അതിനകത്ത് അയാൾക്ക് ഈ പറയുന്ന സംഘടനാ സെക്രട്ടറി സ്ഥാനത്ത് ഇനി തുടരാനും പറ്റത്തില്ല. കാരണം പാർലമെൻറ്റ് ഇലക്ഷന് ശേഷം മറ്റ് പല സംസ്ഥാനങ്ങളിലും നടന്ന നിയമസഭാ ഇലക്ഷനിൽ വലിയ രീതിയിലാണ് തോറ്റത്. അതായത് ബീഹാർ എടുക്കുക, അത് കഴിഞ്ഞ് മുംബൈ, അതായത് മുംബൈ നടന്ന ഈ മുനിസിപ്പാലിറ്റി ആണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും പഞ്ചായത്ത് ഇലക്ഷൻ. കാരണം കെ.സിയുടെ ടാക്ടിക്സ് ഒന്നും ഈ പറയുന്ന പോലെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നില്ല. കോൺഗ്രസിൻ്റെ സീനിയർ ലീഡേഴ്സിന് അത് സംബന്ധിച്ച് ശരിക്കും കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പം ഫർദറായിട്ട് കെ.സി. വേണുഗോപാലിന് AICCയുടെ കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നീട് അയാളെ അക്കോമഡേറ്റ് ചെയ്യണം. ഇതാണ് കാരണം. മറ്റൊരു കാരണം കൂടെ പറയാം. എന്തുകൊണ്ടാണ് DK ശിവകുമാർ, അതായത് ഈ സിദ്ധരാമയ്യയും DK ശിവകുമാറുമായിട്ടുള്ള ആ പ്രശ്നത്തിനകത്ത് ഒരു സൊല്യൂഷൻ കൊണ്ടുവന്ന് കെ.സി. വേണുഗോപാൽ, ഉറപ്പായിട്ടും DK ശിവകുമാറിൻ്റെ പരിശ്രമ ഫലമായിട്ട് തന്നെയാണ് കർണാടകയിൽ അധികാരത്തിൽ വരുന്നത്. എന്തുകൊണ്ടാണ് DK ശിവകുമാറിനെ 2.5 വർഷം കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി അവിടെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് DKയുടെ ഫാക്ഷൻ്റെ അകത്ത് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ടാണ് നടക്കാത്തത്? ഒറ്റ കാര്യമുള്ളൂ. കെ.സി. വേണുഗോപാലുമായിട്ട് DK ശിവകുമാറിൻ്റെ അവർ തമ്മിലുള്ള ബന്ധം ശരിയല്ല. അതിൻ്റെ പേരിൽ തന്നെയാണ് DK ശിവകുമാർ ഒരു വാചകം ഉപയോഗിച്ചത്, മലയാളികളുമായിട്ട് വലിയ ബന്ധം ഞങ്ങൾക്ക് വേണ്ട. ഇത് ടാർഗറ്റ് ചെയ്യുന്നത് കെ.സി. വേണുഗോപാലിനെ തന്നെയാണ്. കാരണം കർണാടക കോൺഗ്രസ് പാർട്ടിക്കകത്ത് കെ.സി. വേണുഗോപാലിന് സ്വാധീനമുണ്ട്. ഉറപ്പായിട്ട് AICC ജനറൽ സെക്രട്ടറി, സംഘടനാ സെക്രട്ടറി എന്ന നിലയിൽ തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാം. ഈ രാജസ്ഥാൻ എടുക്കുക, സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും അവസാനം അവരുടെ ആദ്യത്തെ അവിടെ ഇലക്ഷൻ എങ്ങനെയാണ് ജയിക്കുന്നത്? ഞാൻ ഇപ്രാവശ്യത്തെ അല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ നിയമസഭ ഇലക്ഷൻ എങ്ങനെയാണ് ജയിക്കുന്നത്? ഉറപ്പായിട്ടും സച്ചിൻ പൈലറ്റിൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടാണ് അവിടെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിയമസഭാ ഇലക്ഷനിൽ വരുന്നത്. പക്ഷെ പിന്നീട് അശോക് ഗെഹ്ലോട്ട് അതിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് പോയി. ഇതാണ് പറഞ്ഞ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ആ ഫാമിലിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരും അവരുടെ വിശ്വസ്തന്മാരെ മാത്രമേ അവർ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി ആക്കുകയുള്ളൂ. അത് രമേശുമായിട്ടും ഈ മറ്റുള്ള കേരളത്തിലുള്ള കോൺഗ്രസ് നേതാക്കളുമായിട്ടൊന്നും ഈ ഫാമിലിക്ക് പഴയ പോലെയുള്ള ബന്ധമൊന്നുമില്ല. കെ.സി. വേണുഗോപാലാണ് അവരുടെ നമ്പർ 1. അതിനുശേഷം മാത്രമേ ഉള്ളൂ മറ്റുള്ളവർ.